ഓക്കെ, ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സെമിലോഗ്രാഫ് എടുത്ത് കയ്യിൽ വയ്ക്കുക. ഓക്കെ, ഈ സെമിലോഗ്രാഫ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തേക്കണ എല്ലാവർക്കും കാണാമോ? ക്ലിയർ ആണോ അത്? ഹലോ, കാണാം. ഓക്കെ, നിങ്ങളുടെ സെമിലോഗ്രാഫ് നിങ്ങൾ ഇങ്ങനെ വയ്ക്കുക. മീൻസ് ആൻഡ് മാർക്കിങ് വരുന്ന പൊസിഷൻസ് സ്കെയിൽ കണ്ടോ? ആ സ്കെയിൽ ഈ 1 2 3 4 5 6 7 8 9 1 അങ്ങനെ മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിങ് മുകളിൽ കാണാൻ പാകത്തിന് വയ്ക്കുക. താഴെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്കെയിലും കൂടെ എടുക്കുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്നലെ ടേബിൾ വരച്ച് കംപ്ലീറ്റ് ആക്കി. ആ ടേബിള് നമ്മൾ പെർസെൻറ്റേജ് ഫൈനർ കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ സീവ് സൈസ് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ഗ്രാഫ് വരയ്ക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് സെമിലോഗ്രാഫ്. നമ്മൾ എക്സ് ആക്സിസിൽ സീവ് സൈസ് ഇൻ എം എം. ഓക്കെ, എക്സ് ആക്സിസിൽ സീവ് സൈസ് ഇൻ എം എം ആണ് മാർക്ക് ചെയ്യുക. വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനർ എൻ. അപ്പം എക്സ് ആക്സിസും വൈ ആക്സിസും ആദ്യമേ മാർക്ക് ചെയ്യുക. എക്സ് ആക്സിസിൽ സീവ് സൈസ് ഇൻ എം എം, വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനറും. മാർക്ക് ചെയ്തോ? ഓക്കെ, നമ്മൾ ഇനി മാർക്ക് ചെയ്യണത് എന്താണ്? എക്സ് ആക്സിസിൽ സീവിൻ്റെ സൈസ്, പെർസെൻറ്റേജ് ഫൈനർ. ആദ്യത്തെയും ലാസ്റ്റത്തെ കോളം വെച്ചിട്ടാണ് നമ്മൾ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക. ഇനി ഈ ഗ്രാഫിനെ കുറിച്ച് പറയാം. ഈ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 1 ആണ് ഇവിടെ സ്റ്റാർട്ടിങ്, ദെൻ 1 2 3 4 5 6 7 8 9 ദെൻ 1. അങ്ങനെ 10 ഡിവിഷൻസ് ഉണ്ട്. ആ 10 ഡിവിഷൻസിൻ്റെ ഇടയ്ക്കോടെ വീണ്ടും എന്തുണ്ട്? ഡിവിഷൻസ് ഉണ്ട്. കണ്ടോ? ആ 10 എണ്ണം ഉണ്ട് മെയിൻ ഡിവിഷൻസ്, അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞു കുഞ്ഞു ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെ ഈ 1 to 1 ഇടയ്ക്ക് 100 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? 9 കഴിഞ്ഞ് 10 ആണോ? 10 കഴിഞ്ഞ് 10 അല്ല, 1 എന്ന് തന്നെയാണ് പറഞ്ഞത്. 10 ആണ് ആക്ച്വലി, 1 ആണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഗ്രാഫും ഇന്നലെ എനിക്ക് ഇട്ട ഗ്രാഫാണോ എടുത്തേക്കണേ? ഒരു സെക്കൻഡ് പറയാം. അതിലും അത് വെച്ച് തന്നെ പറയാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, തലയും കുത്തിയിരിക്കും. ഓക്കെ, ഇത് തിരിച്ചിരിക്കണം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇപ്പം ഞാൻ പറയാം. ഇനി ഇതാണ് നമുക്ക് 1 2 3 ഇതിനകത്ത് ഇങ്ങനെയാണ് കൗണ്ട് ചെയ്ത് പോയേക്കണേ. 1 2 3 4 അങ്ങനെ 10 ഡിവിഷൻ ഉണ്ട്. ആ 10 ഡിവിഷൻ്റെ ഇടയിൽ കൂടെ നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10. അങ്ങനെ ഈ 1 to 10 വരെ നോക്കിക്കഴിഞ്ഞാൽ 100 ഡിവിഷൻസ് ഉണ്ട്. ക്ലിയർ ആയോ? 10 ഡിവിഷൻ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും കുഞ്ഞു കുഞ്ഞു ഡിവിഷൻസ് ഉണ്ട്. അതാണ് സെമി ലോഗ് ഗ്രാഫ് എന്ന് പറയുക. കാരണം വളരെ മൈന്യൂട്ട് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഒരു സ്കെയിൽ ചൂസ് ചെയ്യുക. അതായത്
എക്സ് ആക്സിസിൽ ആദ്യത്തെ 10 ഡിവിഷൻ ഈക്വൽ ടു 0.001 ആണെന്ന് സ്കെയിൽ ചൂസ് ചെയ്യാം. ഓക്കെ, എക്സ് ആക്സിസിൽ സെമി ലോഗാണ്. ഓക്കെ, അതിൽ 10 ഡിവിഷൻ എന്ന് പറയുന്നത് 0.001 ആണ്. അതായത് 1 2 3 4 5 6 7 8 9 10 ഇല്ലേ, ആ 10 മെയിൻ ഡിവിഷൻസ് എന്ന് പറയുന്നത് 0.001 ആണെന്ന് സ്കെയിൽ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത 10 ഡിവിഷൻ കഴിയുമ്പം എത്ര വരും? അതായത് അടുത്ത 10 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? 0.002 ആണോ? 002 ആണോ വന്നെ? ഈ 1 to 10 ആദ്യത്തെ 10 ഡിവിഷൻ ആണ് ഞാൻ പറഞ്ഞത് 0.001. അപ്പം അടുത്ത 10 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. ഓക്കെ, ഈ 100 എന്ന് പറഞ്ഞ പോയിന്റിലാണ് വരണേ അല്ലേ? അത് അപ്പോൾ എത്ര എണ്ണം വരും? എത്രയായിരിക്കും അതിൻ്റെ വാല്യൂ നമ്മുടെ സ്കെയിൽ വെച്ചിട്ട്? അയ്യോ, ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കിട്ടുമോ? ഇപ്പോൾ ഒരു സെക്കൻഡ്, 1 2 3 1000 2000 വരെയാണോ അതിനകത്തുള്ളൂ? 100 1000. ഓക്കെ, 3 വരെ വരുള്ളൂ, 1 വരെ വരുള്ളൂ അല്ലേ? ഓക്കെ, നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഈ ഗ്രാഫാണോ ഇരിക്കണേ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, സ്കെയിൽ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്തു, ഇല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടില്ലെങ്കിലോ. നമുക്ക് വന്നിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഇതല്ലേ, 4.75 തൊട്ട് 75 mm വരെയാണ്. ഓക്കെ, അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒറിജിനൽ ആയിരുന്നു. ഞാൻ ഇന്നലെ അത് 1000 വരെ ഉള്ളൂ എന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ ഈ ഗ്രാഫ് കണ്ടപ്പോൾ ഇത് മതി എന്ന് ഓർത്തു. കാരണം നമ്മൾ സ്കെയിൽ ചൂസ് ചെയ്യുമ്പോൾ കണ്ടോ, നമുക്ക് സ്കെയിൽ വേണ്ടത് എന്താണ് വെച്ചാൽ നമുക്ക് സൈസ് പ്ലോട്ട് ചെയ്യേണ്ടത് 4.75 തൊട്ട് 7.075 mm വരെയാണ്. അപ്പോൾ അത്രയും വാല്യൂസ് നമുക്ക് കിട്ടണം. 4.75 എന്ന് പറയുന്നത് ഈ 1നും 10നും ഇടയിൽ വരണം. അതുപോലെ തന്നെ 0.075 എന്ന് പറയുന്നത് 0.1 താഴെ വരണം. അപ്പം ഇത്രയും വേരിയേഷൻസ് നമുക്ക് വരയ്ക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതിൻ്റെ സ്കെയിൽ ഞാൻ ചൂസ് ചെയ്യണം പറയാം. നിങ്ങൾ ഈ പ്രിൻ്റ് എടുത്ത ഗ്രാഫിൽ വരയ്ക്കുന്നവർ സ്കെയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടൊന്ന് ചേഞ്ച് ചെയ്യട്ടോ. അപ്പം ഇതിൽ നമ്മൾ യൂഷ്വലി സാധാരണ നമ്മൾ ഈ സെമിലോഗ്രാഫ് യൂസ് ചെയ്യുമ്പം നമ്മൾ യൂഷ്വലി പറയുന്ന സ്കെയിൽ ഇങ്ങനെയാണ്. ആദ്യത്തെ 10 ഡിവിഷൻ 10 ഡിവിഷൻ എന്ന് പറയുന്നത് 0.001 ആയിട്ട് അസ്യൂം ചെയ്യാനാണ് പറയണത്. അതായത് ഈ 10 വരെ ഈ പോയിന്റ് എന്ന് പറയുന്നത് 0.001 ആയിരിക്കും. അപ്പം അടുത്ത 10 ഡിവിഷൻ കഴിയുമ്പോൾ, അതായത് ഈ 100ൻ്റെ അവിടെ വരുന്ന നമ്മുടെ വാല്യൂ എത്രയാണ് നമ്മുടെ സ്കെയിൽ പ്രകാരം? എത്ര വരും? 0.01 ആയിരിക്കും. ഓക്കെ, അടുത്ത 10 ഡിവിഷൻ കഴിയുമ്പോൾ എത്ര വരും? എത്ര വരും? 0.1 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പോയിന്റിൽ 0.1 വരെയാണോ പ്ലോട്ട് ചെയ്യാൻ പറ്റണേ? നിങ്ങൾ 0.1 വരെ ചെയ്യാൻ പറ്റുള്ളൂ. 0.1 വരെ ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞു മനസ്സിലാക്കി തരാമോ? എനിക്ക് അതിനെ പറ്റി മനസ്സിലാവാത്തോണ്ടാണ് ഇങ്ങനെ സാധാരണ ഗ്രാഫുമായിട്ടുള്ള വ്യത്യാസമേ. സെമിലോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് സെമിലോഗ്രാഫ് മാത്രമല്ല ഫുള്ളി ലോഗായിട്ടുള്ള ഗ്രാഫും ഉണ്ട്. ഇതിൻ്റെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒരു സ്കെയിലിൽ, അതായത് ഒരു ആക്സിസിൽ നമുക്ക് വളരെ മൈന്യൂട്ട് പോയിന്റ്സ് വരെ പ്ലോട്ട് ചെയ്യാം. അപ്പം ഇതിനകത്ത് നോക്ക് 10 ഡിവിഷൻസ് ഉണ്ട്.
ഈ 10 ഡിവിഷൻസിനകത്ത് തന്നെ വീണ്ടും വീണ്ടും എന്ത് ചെയ്തേക്കാണ്, 10 കുഞ്ഞു 10 ഡിവിഷൻസ് ആയിട്ട് ഇട്ടേക്കാണ്. അങ്ങനെ 1 to 10 അല്ലെങ്കിൽ 1 to 2 വരെ ഉണ്ടെങ്കിൽ വീണ്ടും 10 ഡിവിഷൻ ഉണ്ട്. അങ്ങനെ 10 വരെ ഓരോ പോയിന്റും എന്ത് ചെയ്തേക്കാണ്, ഡിവിഷൻസ് കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് 1 to 10 നോക്കിയാൽ 100 ഡിവിഷൻസ് ഉണ്ടാവും 1 to 10 അപ്പം നമുക്ക് 1 to 2 വരെ ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ 8 പിന്നെ അങ്ങനെ കുറഞ്ഞാണ് വരുന്നത്. അങ്ങനെ നോക്കി മൊത്തം വന്നു കഴിയുമ്പോൾ ഇത് ഏകദേശം 100 ഡിവിഷൻസ് ഉണ്ട്. ദെൻ ഈ 100 ഡിവിഷൻസ് എന്തിനാ ഇങ്ങനെ കൊടുത്തേക്കണെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സൈസുകൾ വളരെ ചെറിയ സൈസാണ്, അതായത് 0.075 mm അങ്ങനെയുള്ള മൈന്യൂട്ട് സൈസുകളാണ്. ആ സൈസിനെ നമുക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സെമി ലോ ഗ്രാഫ് വേണം. ഓക്കെ, സെമി ലോ ഗ്രാഫിന് ആക്ച്വലി ഒരു ഡയറക്ഷനിൽ ഇതുപോലെ ലോഗ് സ്കെയിലാണ്, ഇതിനെ നമ്മൾ ലോഗ് സ്കെയിൽ എന്നാണ് പറയാം. ഓക്കെ, അതിൻ്റെ മറ്റേ ആക്സിസ് വൈ ആക്സിസ് സാധാരണ സ്കെയിലായിരിക്കും. അപ്പം സാധാരണ ആ 0 നമുക്കത് ഏത് 5, 10, 15 അങ്ങനെ എങ്ങനെ പെർസെൻറ്റേജിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇത് സാധാ സ്കെയിലാണ്, നോർമൽ സ്കെയിലാണ് ഈ വൈ ആക്സിസ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസ് ലോഗ് സ്കെയിലാണ്, അതാണ് സെമി ലോഗ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് തന്നിരിക്കുന്ന സൈസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആദ്യത്തെ 10 ഡിവിഷൻ എന്ന് പറയുന്ന 0.001 ആയിട്ട് ചൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സാധാ ഞാൻ ഈ ഫിഗറിൽ ഇപ്പുറം കാണിച്ച പോലത്തെ ഗ്രാഫാണെങ്കിൽ, ഈ ഗ്രാഫാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 0.001 സ്കെയിൽ വെച്ച് ചൂസ് ചെയ്താൽ മതി. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ, ഈ ഗ്രാഫാണ് എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്കെയിൽ മാറ്റി പിടിക്കുക. നമുക്ക് എന്താണ് വേണ്ടത്, 1നും 0.1നും 1നും മുകളിലാണ് നമ്മുടെ മാർക്കിങ്സ് വരിക അല്ലേ. 0.1ന് താഴെ, അതായത് 0.075 തൊട്ട് 4.75 വരെയുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ആക്ച്വലി ഈ സ്കെയില് അപ്പം എത്രയാക്കണം, 0.01 ആക്കിയാൽ ഇത് 0.1 ദെൻ 1 വരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഡിവിഷൻ ശരിയാവില്ലല്ലോ, നിങ്ങളുടെ കർവ് ശരിയായി കിട്ടില്ലല്ലോ. നിങ്ങൾ ഇതല്ല എത്ര പേരുണ്ട് ഈ സാധനം പ്രിന്റ് എടുത്ത് വെച്ചേക്കണേ, ഒരുപാട് പേരുണ്ടോ? അടിപൊളി, വെരി സോറി. അങ്ങനെ ചൂസ് ചെയ്ത ഒരു സെമിലോഗ്രാഫിൽ അത് കിട്ടുമോ ഇല്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, മറ്റേ ഗ്രാഫിൽ വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ആ ഗ്രാഫ് മേടിച്ചിട്ടൊന്ന് വരച്ച് നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയുക അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഷെയ്ന മിസ്സിൻ്റെ സെക്കൻഡ് സ്ലോട്ട് ഉണ്ട്, ആ സ്ലോട്ട് ഞാനായിരിക്കും എടുക്കുക. വെള്ളിയാഴ്ചത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ലോട്ട് ഉണ്ടല്ലോ ഐഷ മിസ്സിൻ്റെ സ്ലോട്ട് ഷെയ്ന മിസ് ആയിരിക്കും. അപ്പോൾ ഈ ആഴ്ച ഒരു സ്ലോട്ട് എക്സ്ട്രാ കയറി പിടിച്ച പോർഷൻ കുറച്ചും കൂടെ എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്, ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പോൾ വ്യാഴാഴ്ചത്തേക്ക് നിങ്ങൾ ഗ്രാഫിലൊന്ന് വരച്ചിട്ട് വരിക, ഞാൻ പറയണ പോലെ. അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേരം ഈ മറ്റേ ഗ്രാഫ് വരയ്ക്കണവർക്ക് വേണ്ടി ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ തൽക്കാലം ഈ ഗ്രാഫ് വെച്ച് തന്നെ പറയാം, അതാണ് നല്ലത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നത്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്, പോയിന്റ് എണ്ണി എടുക്കാനുള്ള ഇതുള്ളൂ. അപ്പം സ്കെയിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ചൂസ് ചെയ്യുക. 0.001 എക്സ് ആക്സിസിൽ 0.001 ചൂസ് ചെയ്യുക. വൈ ആക്സിസിലെ സ്കെയിൽ എന്ന് പറയുന്നത് കണ്ടോ, നിങ്ങൾക്ക് വൈ ആക്സിസ് നേരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നിങ്ങളുടെ ഗ്രാഫ് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ ഡിവിഷൻസ് ഈക്വൽ ആണ് വൈ ആക്സിസിലെ. ഓക്കെ, ഇവിടെ 0, പിന്നെ അടുത്ത കാണുന്ന ഒരു മെയിൻ ഡിവിഷൻ എന്ന് പറയുന്നത് ഞാൻ 10% ആയിട്ട് എടുത്തു, അതിൻ്റെ ഇടയിൽ 5 എണ്ണം കാണും. ദെൻ പിന്നെ അടുത്ത 5 എണ്ണം കഴിഞ്ഞ് 20%, 30%, 40%, 50%, അങ്ങനെ 100% വരെ മാർക്ക് ചെയ്യാം. ക്ലിയർ ആയോ പറഞ്ഞത്? എക്സ് ആക്സിസിലെ സ്കെയില് 10 ഡിവിഷൻ എന്ന് പറയുന്നത് 0.001 ആയിട്ട് ചൂസ് ചെയ്യുക. അടുത്ത 10 ഡിവിഷൻ കഴിയുമ്പോൾ അത് 0.01 ആവും. ദെൻ 10 ഡിവിഷൻ കഴിയുമ്പോൾ 0.1 ആവും. അടുത്ത 10 ഡിവിഷൻ കഴിയുമ്പം 1 ആവും.
ദെൻ അടുത്ത 10 ഡിവിഷൻ കഴിയുമ്പോൾ 10 ആവും. അതെങ്ങനെയാണ് പോണേ? ആദ്യത്തെ 10 ഡിവിഷൻ എന്ന് പറയുന്നത് 0.001 ആണ് 10 ഡിവിഷൻ എന്ന് പറയുന്നത്. അടുത്ത 10 ഡിവിഷൻ കഴിയുമ്പോൾ എന്താക്കണം? ഇതിൻ്റെ കൂടെ ഇൻറ്റു 10 ചെയ്യുക. അപ്പം എത്ര വരും? 0.01. അതാണ് അടുത്ത 10 ഡിവിഷൻ കഴിഞ്ഞപ്പോൾ. അടുത്ത 10 ഡിവിഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ഇതിനെ വീണ്ടും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് 0.1. ഓക്കെ, വീണ്ടും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? 1 വരും. വീണ്ടും ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് വരും 10. ഇതിൻ്റെ ഇടയിൽ 10 മെയിൻ ഡിവിഷൻസ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഈ സ്കെയില് ഇങ്ങനെ വേണം സെമിലോഗ്രാഫിൽ നമ്മൾ സ്കെയിൽ ചൂസ് ചെയ്യാൻ. കാരണം ഇതിൻ്റെ ഇടയിൽ 100 ഡിവിഷൻസ് ആണ് ഉള്ളത്. അപ്പം ആ രീതിയിൽ നമ്മൾ സ്കെയില് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പാകത്തിന് എടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും ആ 100 ഡിവിഷൻസിൻ്റെ മൾട്ടിപ്പിൾസ് വരുന്ന രീതിയിൽ സ്കെയിൽ ചൂസ് ചെയ്യാം. ക്ലിയർ ആയോ? എഴുതിയോ എല്ലാവരും ഈ സ്കെയില്? എക്സ് ആക്സിസിൽ ഓക്കെ. വൈ ആക്സിസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 0%. അത് കഴിഞ്ഞ് അടുത്ത മെയിൻ ഡിവിഷൻ ഈ കോയിൻസൈഡ് ചെയ്യുന്ന അവിടെ 0. ദെൻ അടുത്ത പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10 മാർക്ക് ചെയ്യുക. 5 ഡിവിഷൻ കഴിഞ്ഞ് 1, 2, 3, 4 അഞ്ചാമത്തെ ഡിവിഷൻ എന്ത് ചെയ്യുക? 10. ഓക്കെ, അപ്പം 5 ഡിവിഷൻ വൈ ആക്സിസിൽ 5 ഡിവിഷൻ എന്ന് പറയുന്നത് 10% ആയിട്ട് ചൂസ് ചെയ്യുക. വൈ ആക്സിസിൽ 5 ഡിവിഷൻ എന്താണ്? 10% എന്നുള്ള രീതിയിൽ സ്കെയിൽ ചൂസ് ചെയ്യുക. അങ്ങനെ 100 വരെ മാർക്ക് ചെയ്യുക. കണ്ടോ? ഇതുപോലെ 100 വരെ മാർക്ക് ചെയ്യുക. കാണിച്ചിരിക്കുന്ന ഗ്രാഫില് 10 മാർക്ക് ചെയ്തേക്കുന്നത് ഇങ്ങേറ്റത്താ ശരിക്കും അത്. ഓക്കെ, ഇതിന്റെ ഇങ്ങേറ്റത്താണ് ഇത്. അത് എഴുതിയപ്പോൾ ഒന്ന് മിസ്റ്റേക്ക് ആണ്. 10 അങ്ങേറ്റത്താണ്. അടുത്ത 1 കഴിഞ്ഞ് അടുത്ത 1 വരുന്നത് ഇങ്ങേറ്റത്താണ്. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചോ? അറ്റം മനസ്സിലായില്ല. ഒന്നുകൂടെ ഈ ഇങ്ങേറ്റത്ത് ഇങ്ങേറ്റത്ത് പറഞ്ഞു 1 വന്നു. പിന്നെ ഇവിടെയാണ് 10. ആ 10 എഴുതി പോയത് ഇത്തിരി മാറ്റിയാന്നേ ഉള്ളൂ. ഇതാണ് 10. ഇവിടെ കാണുന്നില്ലേ? ഞാൻ നോക്കട്ടെ. ഇത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ്. സെക്കൻഡ്. ഓക്കെ, ഇങ്ങേറ്റത്ത് ഇതാണ് 10. ഇവിടെ ലാസ്റ്റ് വരുന്ന പോയിന്റ് ഇതാണ് 10. ഇവിടെ അല്ല. ഓക്കെ, എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചോ? ഓക്കെ, ഇനി നമ്മുടെ ആദ്യത്തെ റീഡിംഗ് നോക്കുക. ആദ്യത്തെ റീഡിംഗ് എത്രയാണ്? 4.75 mm ആണ് നമ്മുടെ സീവ് സൈസ്. അപ്പം ഇതിൽ 4.75 എണ്ണിയെടുക്കണം. എങ്ങനെ എണ്ണം? ഇതാണ് 1. ഓക്കെ, 1 കഴിഞ്ഞ് നമുക്ക് വേണ്ടത് 4.75 mm ആണ്. അത് കൗണ്ട് ചെയ്യും. ഇതാണ് നമ്മുടെ സ്കെയിലല്ലോ. അപ്പം ഈ ഒരു കുഞ്ഞ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 10 ഡിവിഷൻ എന്ന് പറയുന്നത് 0.001 ആണ്. ഇതിൻ്റെ ഇടയിൽ ഓരോ കുഞ്ഞ് എത്ര ഡിവിഷൻ ഉണ്ട്? 100 ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഡിവിഷൻ എത്രയാണെന്ന് വെച്ചാൽ നോക്കുക. അതിനനുസരിച്ച് ഈ എക്സ് ആക്സിസിൽ 4.75 എവിടെ വരുന്നു നോക്കുക. കൗണ്ട് ചെയ്യും. ഇത്തിരി പാടാണ്. കണ്ണ് ശരിക്കും സൂക്ഷിച്ച് നോക്കി കൗണ്ട് ചെയ്യുക. ഈ എക്സ് ആക്സിസിൽ 4.75 നമ്മുടെ ആദ്യത്തെ സീവ് സൈസ് എത്രയാണ്? 4.75 അല്ലേ? എക്സ് ആക്സിസിൽ നമ്മൾ സീവ് സൈസാ മാർക്ക് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ സീവ് സൈസ് എത്രയാണ്? 4.75. അപ്പം നമ്മുടെ എക്സ് ആക്സിസിൽ 4.75 കണ്ടുപിടിക്കുക. എവിടെ വരും എന്ന് പറ.
എവിടെ വരുമായിരിക്കും? ലാസ്റ്റ് ഡിവിഷനിൽ 4 കഴിഞ്ഞിട്ടാണ് വരുന്നത്. 4 കഴിഞ്ഞിട്ട്, അതായത് 1നും 10നുമുള്ള എന്താണ്, 1നും 10നും ഇടയിലുള്ള ഈ ഒരു ഡിവിഷൻ ഇല്ലേ, അതിൽ 4 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് ഈ മുകളിൽ, കണ്ടോ? ഈ 4നും 5നും ഇടയിലാണ് എന്ത് വരിക? 4.75. അത് കറക്റ്റായിട്ട് വരണ എങ്ങനെയാണ്? ഇതെന്താണ്? 1 ആണ് ഈ പോയിന്റ്. ഓക്കെ, പിന്നെ ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് എത്ര വരും? ആദ്യത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 10 ഡിവിഷൻ 0.001 ആണ്. അപ്പോൾ ഒരു ഡിവിഷൻ എത്രയായിരിക്കും? അതായത് ഈ 2 എന്ന് പറയുന്ന പോയിന്റിൽ വരുമ്പോൾ എത്രയായിരിക്കും വരണേ? 1 പോയിന്റ് എത്രയാ വരണേ? അതുപോലെ എണ്ണുക. 2 കഴിയുമ്പോൾ എത്ര, 2ൽ വരുമ്പോൾ എത്ര വരും, 3ൽ വരുമ്പോൾ എത്ര വരും, 4ൽ വരുമ്പോൾ എത്ര വരും? അങ്ങനെ 4 വരെ എണ്ണി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 പോയിന്റ് സംതിങ് എന്നായിരിക്കും. നിങ്ങൾ സ്കെയിൽ വെച്ച് നോക്കുക. 10 ഡിവിഷൻ എന്ന് പറയുന്നത് 0.001 ആണ്. ഓക്കെ, ഇവിടെ വന്നപ്പോൾ അത് 1 ആയി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇത് 10 ആണ് ഇങ്ങേറ്റത്ത്. ഇതിൻ്റെ ഇടയിൽ 4.75 mm ആണ് ആദ്യം നമ്മൾ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത്. അതെവിടെ വരും? 4നും 5നും ഇടയിലാണ് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? ആദ്യം നോക്കുക, ഈ 1 കഴിഞ്ഞ് അടുത്ത ഡിവിഷൻ അത് എത്ര സ്കെയിലാണെന്ന് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് റീഡ് ചെയ്യുക. റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? മീൻസ് 4.75 എണ്ണി എടുക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? 4നും 5നും ഇടയ്ക്കാണെന്ന് പറഞ്ഞതുപോലെ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് മനസ്സിലായി 4നും 5നും ഇടയ്ക്ക് എത്രാമത്തെ പോയിന്റ് ആയിരിക്കും? കൗണ്ട് ചെയ്ത് നോക്ക്. ഒരു 10 ഡിവിഷൻ ഇത്രയാന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ 100 ഡിവിഷൻസും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ആ ഒരു കുഞ്ഞ് ഡിവിഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് എണ്ണി നോക്ക്, കൗണ്ട് ചെയ്യ്, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യൂ ഒരു ഡിവിഷന്റെ വാല്യൂ വെച്ചിട്ട്. അപ്പം നോക്ക് എവിടെയാ വരുന്നതെന്ന്. ഇപ്പം സാധാരണ ഒരു സ്കെയിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് 5 ഡിവിഷൻ ഈക്വൽ ടു 10% എന്ന് എഴുതി. അപ്പോൾ ഒരു ഡിവിഷൻ എത്രയായിരിക്കും? 5 ഡിവിഷൻ എന്ന് പറയുന്നത് 10% ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ഡിവിഷൻ എത്ര പെർസെൻറ്റേജാ? 2%. ഇവിടെ വരുമ്പം എന്താണ്, കുറച്ചും കൂടെ മൈന്യൂട്ടാണ് പോയിന്റ്സ്. അപ്പം നമ്മൾ സ്കെയിൽ കുറച്ചും കൂടെ എന്ത് ചെയ്തു, ചെറുതാക്കി. അപ്പം 1 to 1 ആദ്യത്തെ 10 ഡിവിഷൻ ആണ് 0.001. ആ 10 ഡിവിഷന്റെ ഇടയ്ക്ക് എത്ര ഉണ്ട്? 100 ഡിവിഷൻസ് ഉണ്ട്. അപ്പം ആ ഒരു കുഞ്ഞ് ഡിവിഷൻ എത്രയായിരിക്കും? വരും. അപ്പം നമ്മൾ ഈ 1 വരെ ഓക്കെ, 1 നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് എത്രയാണ്? 4.75. 1 കഴിഞ്ഞ് 4.75 എവിടെ വരും? അപ്പം അങ്ങനെ വാല്യൂ വെച്ചിട്ട് കൗണ്ട് ചെയ്ത് നോക്കും. ഒരു ഡിവിഷന്റെ വാല്യൂ നമുക്ക് കിട്ടി, അത് വെച്ചിട്ട് കൗണ്ട് ചെയ്ത് നോക്ക്. 4 പോയിന്റ് വാല്യൂ 4 പോയിന്റ് സംതിങ്, അല്ലെങ്കിൽ 4 കിട്ടണ എവിടെയാന്ന് നോക്ക്. അത് കറക്റ്റ് എവിടെയായിരിക്കും? ഈ 4 എന്ന് പറഞ്ഞ പോയിന്റിലായിരിക്കും. നിങ്ങൾ മെഷർ ചെയ്ത് നോക്കോ അല്ലെങ്കിൽ. അതിനുശേഷം 5നും ഇടയ്ക്കാണ് എന്ത്? 4.75 ആ. അപ്പം 4 കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഡിവിഷൻ എത്രയായിരിക്കണം? അത് കൗണ്ട് ചെയ്യുക. എന്നിട്ട് 4.7 വരുന്ന എവിടെയാന്ന് നോക്കുക. മോസ്റ്റ് പ്രോബബിളി 4 കഴിഞ്ഞ് വരുന്ന 7ാമത്തെ ഡിവിഷനാണ് 4.75 ആയിട്ട് വരാം. എണ്ണി കറക്റ്റായിട്ട് ഒരു വാല്യൂ എത്രയാണെന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്യാൻ പറ്റണുണ്ടോ? 4 വരെ എല്ലാവർക്കും മനസ്സിലായി.
അങ്ങനെയാണെങ്കിൽ 4.75 കൂടെ എവിടെ വരും എന്ന് നോക്കിയാൽ മതി. 5 വരെ ഇല്ല. 4.75 ടോപ്പിൽ നിന്നാണ് എടുക്കുന്നത്, ടോപ്പ് ലൈനിൽ. അല്ല, ടോപ്പ് ലൈൻ. ഈ ഇവിടെ ഇതിൽ ഏത് ഡിവിഷൻ ആണെന്ന് നിങ്ങളൊന്ന് കണ്ടുവയ്ക്ക്. അത് അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് താഴെ ഏതാണെന്ന് കണ്ടുപിടിക്കും. 4.75 കിട്ടിയോ? ആ 4.75 പോയിന്റ് നോക്കി വെക്ക്. നോക്കി കണ്ടുപിടിച്ചോ? 4.75 ഈ കാണിച്ചിരിക്കുന്ന ഏകദേശം ഈ ഒരു പോയിന്റ് വരും. അവിടെ ഒരു 4 കഴിഞ്ഞിട്ടുള്ളതിന്റെ അകത്ത് എടുത്താൽ മതിയല്ലോ. അതിന് 4 കഴിഞ്ഞിട്ട് 7ാമത്തെ ഡിവിഷൻ വരും ആക്ച്വലി. മനസ്സിലായി. ഇതായിരിക്കും പോയിന്റ്. അതിന് കറസ്പോണ്ടിങ് പെർസെന്റേജ് എത്രയാണ് ലാസ്റ്റ് കോളത്തില്? 93. അപ്പം y ആക്സിസിൽ 93% നോക്കുക. ആ 93%ന് നേരെ ഈ 4.75 പ്ലോട്ട് ചെയ്യാം. അല്ലെങ്കിൽ 4.75 താഴേന്ന് മുകളിലേക്ക് എടുത്ത് 93ക്ക് നേരെ വേണം ഈ ഡോട്ട് കുത്താൻ. ഈ പോയിന്റ് ഫിക്സ് ചെയ്യാൻ. താഴേന്ന് 4.75 എടുത്തിട്ടുണ്ട്, അതെടുക്കുക. y ആക്സിസിൽ നിന്ന് 93% നോക്കുക. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതാണ് ആദ്യത്തെ പോയിന്റ്. സ്കെയില് വെച്ച് കറക്റ്റ് ആയിട്ട് നോക്കി വരയ്ക്കുക. കിട്ടിയോ? ഇനി അതേപോലെ അടുത്ത സീവ് സൈസ് നോക്കുക. കറസ്പോണ്ടിങ് പെർസെന്റേജ് പ്ലോട്ട് ചെയ്യുക. അടുത്ത സീവ് സൈസ് എത്രയാണ്? 4.75 കഴിഞ്ഞിട്ടുള്ള സീവ് സൈസ് എത്രയായിരുന്നു? 2.4 ആണ്. ഓക്കെ, അപ്പൊ 2.4 സീവ് സൈസ് ഏതാന്ന് നോക്കുക. അതിന്റെ പെർസെന്റേജ് വരുന്നത് 85.2 ആണ്. അപ്പം കറസ്പോണ്ടിങ് x ആക്സിസിൽ നിന്ന് എന്ത് ചെയ്യുക? 2.4 നോട്ട് ചെയ്യുക. y ആക്സിസിൽ നിന്ന് 85% കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതാണ് സെക്കൻഡ് പോയിന്റ്. ഇത് അങ്ങനെ എല്ലാ പോയിന്റ്സും കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യും. ആ തന്നിരിക്കുന്ന സീവ് സൈസും പെർസെൻറ്റേജും വെച്ചിട്ട് എല്ലാ സൈസും പോയിന്റ് മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുക. ഏത് പോയിന്റ് ആണെന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു ഇൻറ്റു ഇട്ടോ ഡോട്ട് വെച്ചോ കാണാൻ പാകത്തിന് മാർക്ക് ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യത്തെ പോയിന്റ് ഇതുപോലെ ഏകദേശം ഈ 1നും 4 കഴിഞ്ഞിട്ട് അടുത്തത് 2നും 3ക്കും ഇടയ്ക്കായിരിക്കും ഈ പോയിന്റ്. പിന്നെ 85%. അടുത്തതെന്ന് പറഞ്ഞാൽ 1.2 mm അല്ലേ? അപ്പോൾ 1.2 എന്ന് പറഞ്ഞാൽ 1നും 2നും ഇടയിൽ രണ്ടാമത്തെ പോയിന്റ് ഇത് വരും. പിന്നെ വരുന്ന 0.6 ആണ്. 0.6 എന്ന് പറയുന്നത് ഇവിടെ 0.1നും 1നും ഇടയിൽ. അതുപോലെ 0.425 mm, 0.3 mm, 0.15 mm, then ലാസ്റ്റ് 0.075 mm. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് പെർസെൻറ്റേജും കൂടെ നോക്കിയിട്ട് പോയിന്റ്സ് ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന എവിടെയാണോ അവിടെ പോയിന്റ് പ്ലോട്ട് ചെയ്യുക. എല്ലാ പോയിന്റും ഫിക്സ് ചെയ്തതിന് ശേഷം എന്നോട് പറയണേ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് പറയാം.
നോക്കി ഓരോ പോയിന്റും പ്ലോട്ട് ചെയ്തിട്ട് എന്നോട് പറ. വരച്ചോ? തീരാറായോ? ഇല്ല. ഓക്കെ, നോക്കി ശ്രദ്ധിച്ച് വരയ്ക്കണേ. കൗണ്ട് ചെയ്യുന്ന വളരെ ചെറിയ പോയിന്റ്സ് ആയതുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി നമ്മൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റും കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറൊക്കെ കാണും. അപ്പോൾ അതിൽ ഒരുപാട് വേരിയേഷൻസ് വരും. അപ്പം നോക്കി ശ്രദ്ധിച്ച് പോയിന്റ് പ്ലോട്ട് ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്യാം. വരച്ചോ? പോയിന്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞോ? നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയാൽ കറക്റ്റായിട്ട് കാണാം. നിങ്ങൾ ഞാൻ ആ K2ൻ്റെ നോട്ട് ഇട്ടതിൽ കറക്റ്റായിട്ടൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പോയിന്റ് ചെയ്തേക്കണ പോയിന്റ്സും ഇതിലെ പോയിന്റ്സും ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആരെങ്കിലും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് പറയണേ.
ഒരെണ്ണം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് സ്കെയിലൊന്നും യൂസ് ചെയ്യരുത്. സിംപ്ലി പെൻസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഓരോ പോയിന്റും പതുക്കെ ജോയിൻ ചെയ്യുക. എന്നിട്ടൊരു സ്മൂത്ത് കർവ്, പതുക്കെ ഒരു സ്മൂത്ത് കർവ്, ഒരു എസ് ഷേപ്പ് എന്ന് പറയില്ല, പക്ഷെ ഒരു സ്മൂത്ത് കർവായിട്ട് അതിനെ ഫ്രീ ഹാൻഡായിട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ സ്കെയിലൊന്നും യൂസ് ചെയ്യേണ്ട, പതുക്കെ ഓരോ പോയിന്റും ഏകദേശം ഒന്ന് നോക്കി ഫ്രീ ഹാൻഡായിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, കർവ് വരാൻ ചെറിയൊരു എസ് ഷേപ്പ്. നമുക്ക് നമ്മുടെ കർവ് എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇതിന് വരയ്ക്കുമ്പോൾ ഏകദേശം ഒരു എസ് കർവ് പോലെ വരും. ഫ്രീ ഹാൻഡായിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് അത്യാവശ്യം നന്നായിട്ട് വരച്ചവരാണെങ്കിൽ എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് ഗ്രൂപ്പിൽ ഇടുമോ, ഞാൻ പറയാം കറക്റ്റ് ആണോ എന്ന്. 2 ഗ്രാഫ് ഷീറ്റ് എഴുപ്പിച്ചാട്ടോ മെസ്സേജ് ചെയ്തിരുന്നു. അത് കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല. നിങ്ങൾ ഈ ഗ്രാഫ് യൂസ് ചെയ്യായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഒറ്റ സ്കെയിലിൽ നമുക്ക് വരയ്ക്കാം. കുഴപ്പമില്ല. ഇപ്പം എനിക്കിട്ട ആരാ, ചിത്ര. ഓക്കെ, ചിത്ര ഗ്രാഫ് കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ഹാൻഡ് ആയിട്ട് ഇപ്പം കുഴപ്പമില്ല. ആ കർവ് ഒന്നും കൂടെ ഒന്ന് സ്മൂത്ത് കർവ് ആക്കാമോ, ഈ ഫിഗറിൽ കാണുന്ന പോലെ പതുക്കെ ഒന്നും കൂടെ അതിനെ ഒന്ന് സ്മൂത്തൻ ആക്കാം. ഷാർപ്പായിട്ടുള്ള ജോയിനിങ് ഒഴിവാക്കാം. ഇനി അടുത്ത ആരട്ടെ, നമുക്ക് വാല്യൂ കിട്ടുമ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരുപോലെ പോയിന്റ്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ ഷിജു ഒന്നും കൂടെ ഒന്ന് കർവ് സ്മൂത്ത് ആക്കുക. ഞാൻ സ്കെയിലിന് വരച്ച് കഴിഞ്ഞപ്പോൾ മിസ് ഫ്രീ ഹാൻഡ് വരയ്ക്കുന്നു. അതെ, ഞാൻ ജോയിൻ ചെയ്യല്ലേന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. എനിക്കറിയാം സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ഹാൻഡ് വെച്ച് ഞാൻ ജോയിൻ ചെയ്യല്ലേ പോയിന്റ് പ്ലോട്ട് ചെയ്തിട്ട് എന്നോട് പറയാൻ പറഞ്ഞത്. സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യരുത് കേട്ടോ, ഫ്രീ ഹാൻഡ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ചിത്രയുടെ ഗ്രാഫ് വലിയ കുഴപ്പമില്ല, കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആക്കിയാൽ മതി കർവ്. ഓക്കെ, അമലിന്റെ കർവ് കുഴപ്പമില്ല. ഓക്കെ, നല്ല അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള കർവ്. ഓക്കെ, പിന്നെ ഇനി ആരും ഇടണമെന്നില്ല, ഞാൻ ജസ്റ്റ് എങ്ങനെ വരച്ചേക്കണമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചോളൂ. അപ്പോൾ എല്ലാവരും, എനിക്ക് അമലിന്റെ ഗ്രാഫും വലിയ കുഴപ്പമില്ല, ചിത്രയുടെ ഗ്രാഫ്, ഈ 2 ഗ്രാഫും അത്യാവശ്യം കുഴപ്പമില്ല, ഏകദേശം ഈ ഒരു ഷേപ്പ് വരും. ഓക്കെ, ചിത്രയുടെ ഗ്രാഫ് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അമലിന്റെ ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരച്ചു. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റും കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറും കാൽക്കുലേറ്റ് ചെയ്യണം, അതോടൊപ്പം എന്ത് ചെയ്യണം, കമന്റ് ദി റിസൾട്ട് എന്നും ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണ ആ 2 സാധനങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റും കോഎഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റും കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറും കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കുക, എന്നിട്ട് എഴുതിയാൽ മതി. യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് CU കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ D60/D10 ആണ്. അതുപോലെ തന്നെ CC കാണാനുള്ള ഇക്വേഷൻ D30²/D60 × D10 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കണം ഈ ഗ്രാഫിൽ നിന്ന് D60യുടെ വാല്യൂ എന്താണ്, D10 എന്താണ്, D30 എന്താണ്. ഇത് മൂന്നും കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഈ പറഞ്ഞ വാല്യൂസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് എടുക്കുക, ആ ഗ്രാഫിൽ
ഓക്കെ, നിങ്ങളുടെ ഗ്രാഫ് എടുക്കുക. ആ ഗ്രാഫിൽ എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യം 60% y ആക്സിസിൽ 60% എവിടെയാണെന്ന് നോക്കുക. ആ 60%ന് എന്ത് ചെയ്യാം? ഓക്കെ, നമ്മുടെ 60% എവിടെയാണെന്ന് നോക്കുക y ആക്സിസിൽ. ആ 60%ന് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ആ ഗ്രാഫ് നിങ്ങൾ വരച്ച് ഇപ്പോൾ ആ സ്മൂത്ത് കർവിൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യും. ആ പോയിന്റിൽ നിന്ന് നേരെ താഴെ എന്ത് ചെയ്യുക? ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ആ വെർട്ടിക്കൽ ലൈൻ ഇവരുടെ ഒരു സൈസിൽ വന്ന് മീറ്റ് ചെയ്യും, സി സൈസിൽ. ആ സൈസ് ഏതാണെന്ന് റീഡ് ചെയ്ത് പറയാം. 60% നോക്കുക y ആക്സിസിൽ, അതിൽ നിന്ന് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നിങ്ങൾ വരച്ച കർവിൽ ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ആ വെർട്ടിക്കൽ ലൈൻ എക്സ് ആക്സിസിൽ ഏത് സീവ് സൈസിലാണോ മീറ്റ് ചെയ്യുന്നത് നോക്കുക. ആ സൈസ് എത്രയാണെന്ന് പറയാം. അതാണ് D60യുടെ വാല്യൂ. നിങ്ങൾ റീഡ് ചെയ്യുക എത്ര കിട്ടും D60 എന്ന്. എല്ലാവരും മെഷർ ചെയ്ത് നോക്കുക D60 എത്ര കിട്ടണമെന്ന് പറയാം. നിങ്ങൾ ഓരോരുത്തരും വരച്ച ഗ്രാഫിൻ്റെ ആക്യുറസി അനുസരിച്ചിരിക്കും കിട്ടുന്ന വാല്യൂ. ഓൾമോസ്റ്റ് ഒരേ റേഞ്ചിൽ വരും. 0.58 ആണോ? 0.58 0.5 സംതിങ് ആണ് വരുന്നത്. ഓക്കെ, 5.8 ഉണ്ടോ? 5.3 ആണോ? 5.3 ആണ് ആക്യുറേറ്റ്ലി ഞാൻ വരച്ചപ്പോഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. 0.53 5.8 എത്തിയിട്ടില്ല. കുട്ടികളൊക്കെ ക്ലാസ്സിൽ ചോദിച്ചാൽ അവർ ലൊക്കേറ്റ് ചെയ്യുന്ന പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻ വരുമ്പോൾ 0.58 ഒക്കെ കിട്ടി കണ്ടിട്ടുണ്ട്. തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടിയത് എന്താണോ അത് ആക്യുറേറ്റ് ആയിട്ട് എഴുതി വയ്ക്കുക. എല്ലാവർക്കും 0.5 സംതിങ് കിട്ടും. ഞാൻ വരച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 0.53 ആണ്. ഇവിടെ ഈ ഗ്രാഫിൽ നിന്ന് റീഡ് ചെയ്താലും 0.53 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്തത് കാണേണ്ട ഏതാണ്? D30 ആണ്. അതെങ്ങനെ കാണും? 30%ൽ നിന്ന് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നേരെ വരയ്ക്കുക. ഗ്രാഫിലെ പോയിന്റിൽ ടച്ച് ചെയ്യും. അതിൽ നിന്ന് നേരെ ഒരു വെർട്ടിക്കൽ വരയ്ക്കുക. അവിടെ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എത്രയാണെന്ന് നോക്കുക. അതാണ് D30യുടെ സൈസ്. കിട്ടിയോ D30? എന്റെ തെറ്റായിരിക്കും. 0.27 കിട്ടി. 0.27 കിട്ടും. നിങ്ങൾ വരച്ചേക്കുന്ന ഗ്രാഫ് ഭയങ്കര ഫ്രീ ഹാൻഡ് ആയിട്ട് നല്ല നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണാമെങ്കിൽ കറക്റ്റ് കിട്ടുന്ന വാല്യൂ 0.27 ആണ്. ചിലർക്ക് 0.26 ഒക്കെ കിട്ടാറുണ്ട്. അതും ആക്യുറേറ്റ് റിസൾട്ട് തന്നെയാണ്. 26, 25, 28 അത് വരെ നമുക്ക് വലിയ കുഴപ്പമില്ല. ഒരുപാട് വേരിയേഷൻ വരാതെ നോക്കിയാൽ മതി. ഇനി അതുപോലെ D10 കാണാം. 10%. 10%ൽ നിന്ന് നേരെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അത് ഗ്രാഫിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് നോക്കുക. അതിൽ നിന്ന് താഴെ ഒരു വെർട്ടിക്കൽ ലൈൻ എടുക്കുക. എത്രയാണ് സീവ് സൈസ് അത് കിട്ടുന്നതെന്ന് നോക്കാം. 0.1 കഴിഞ്ഞ് ഏകദേശം വരും. ഒരു 0.1 എന്നാൽ 0.11 ആയിട്ടുമില്ല. അതിൻ്റെ ഇടയിലാണ് വരുന്നത്. അപ്പോൾ ഒരു 0.105 എന്ന് നിങ്ങൾ എടുത്തോ. ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞേക്കണ പോലെ അപ്പോൾ ആക്യുറേറ്റ് ആൻസേഴ്സും ചെക്ക് ചെയ്യാമല്ലോ. 0.1 കഴിഞ്ഞിട്ടാണ് കിട്ടണത്. 0.1 കഴിഞ്ഞ് 0.11 ആകുന്നുമില്ല. അപ്പം അതിൻ്റെ ഇടയിലാണ് റീഡിങ് വരിക. അതായത് 1 കഴിഞ്ഞ് 2 ആയിട്ടില്ല. അതിന് മുന്നേ നമുക്ക് പോയിന്റ് വന്നു. അപ്പം 0.10 സംതിങ് അങ്ങനെ 5 ആ റീഡിങ് എടുക്കാം. ഇനി എന്ത് ചെയ്യുക? യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റും കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറും ആ തൊട്ട് മുകളിൽ കാണിച്ച ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ കിട്ടിയേക്കണ വാല്യൂ ഇവിടെ ഇപ്പോൾ എഴുതി വെച്ചേക്കണ വാല്യൂ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കണത്. അപ്പം ഇതേ ആൻസേഴ്സ് തന്നെ കിട്ടും. യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ്
കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ. ആ പേപ്പർ മാറ്റില്ല കേട്ടോ, കാരണം അത് എഴുതിയിട്ടില്ലായിരുന്നു. ഏത് ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട്, D60, D30, D10. അതല്ല, അതിന്റെ മുകളിൽ എഴുതിയ കാര്യങ്ങൾ എഴുതിയില്ലായിരുന്നു. ഞങ്ങൾ ആ കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് വേറെ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ആ കാൽക്കുലേഷൻ. യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് CU D60 by D10. ആ D60യുടെ വാല്യൂ, D10ന്റെ വാല്യൂ, D30യുടെ വാല്യൂ. കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ CC D30 സ്ക്വയർ ബൈ D60 ഇൻറ്റു D10. വാല്യൂസ് ഞാൻ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടിയ വാല്യൂസ് അത് നിങ്ങൾ എടുത്തെഴുതുക. D60 ഈസ് ഈക്വൽ ടു ഇത്രയാണ്, D30 ഈസ് ഈക്വൽ ടു ഇത്രയാണ്, D10 ഈസ് ഈക്വൽ ടു ഇത്രയാണ്. അതിനുശേഷം ഈ യൂണിഫോമിറ്റി കോഎഫിഷ്യന്റും കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചറും കാൽക്കുലേറ്റ് ചെയ്യാം. കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ എന്നാണ്. CC കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ ഗ്രേഡിംഗ് എന്ന് പറയും. കിട്ടിയോ ഈ പറഞ്ഞ വാല്യൂസ്? 5.07ഉം 1.309. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ഇതിലും ഡിഫറെൻ്റ് ആണെങ്കിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും ആൻസറിൽ. എഴുതി കഴിഞ്ഞോ? കിട്ടിയോ യൂണിഫോമിറ്റി കോഎഫിഷ്യന്റും കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചറും? എഴുതിയോ? ഹലോ, എല്ലാരും പോയോ? ഓക്കെ, ഇനി നമ്മളോട് കമന്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉദ്ദേശിക്കണത് എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് ഓൾറെഡി സിയും സിസിയും പറഞ്ഞപ്പം അതിന്റെ വാല്യൂ റേഞ്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വാല്യൂ പറഞ്ഞ റേഞ്ചസിനുള്ളിലാണോ നമുക്ക് കിട്ടിയ വാല്യൂ എന്നും അത് ഏത് ടൈപ്പ് ഓഫ് സോയിലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും നമ്മൾ കമന്റ് ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സിയുവിന്റെ വാല്യൂ 5.07 ആണ്. ഓക്കെ, വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ് ആണ് എങ്കിൽ സിയുവിന്റെ വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഏകദേശം 6-നടുത്ത് വന്നുകൊണ്ട് നമ്മൾ എഴുതി വയ്ക്കും ഇറ്റ് ഈസ് വെൽ ഗ്രേഡഡ് സോയിൽ. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഈ പറഞ്ഞ 0.53, 0.105 ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ചിലപ്പം 6 പോയിന്റ് കിട്ടും. ഓക്കെ, അങ്ങനെ 6 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് ഈ രീതിയിൽ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യാം. ഗ്രേറ്റർ ദാൻ 6 ആയതുകൊണ്ട് ഇറ്റ് ഈസ് വെൽ ഗ്രേഡഡ്. അതിനർത്ഥം എന്താന്ന് വെച്ചാൽ വൈഡ് റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ്, എല്ലാ സൈസിലും ഉള്ള വൈഡ് റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് ആ സോയിൽ സാമ്പിളിൽ ഉണ്ടായിരുന്നു എന്നാണ് മീനിങ്. അടുത്ത ഇന്റർപ്രിട്ടേഷൻ, ഇപ്പൊ 6-ൽ താഴെയല്ലേ വന്നേ? 6-ൽ താഴെയാണ്. എന്നാലും നമ്മൾ 6-ൽ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുവർലി ഗ്രേഡഡ് ആണെന്നൊരു ഇന്റർപ്രിട്ടേഷനിലേക്ക് പറയുന്നത് എവിടെയാണ്? ഇവിടെ ഈ സിയുവിന്റെ വാല്യൂം സിസിയുടെ വാല്യൂം പറയുന്നുണ്ട്. ഗ്രേറ്റർ ദാൻ or equal to 6 ആണെങ്കിൽ വെൽ ഗ്രേഡഡ് ആണ്.
സാൻഡ് വെൽ ഗ്രേഡഡ് ആണ്. ലെസ് ദാൻ 2 ആണെങ്കിലാണ് യൂഷ്വലി നമ്മൾ യൂണിഫോം സോയിൽ എന്ന് പറയാം. അപ്പം ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്താണെന്ന് ക്ലിയർലി പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് 6 ആണ്, 5 പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇറ്റ് ഈസ് ക്ലോസ് ടു 6 എന്ന് എഴുതിയിട്ട് ആ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തത്. ചിലർക്ക് ചെയ്യുമ്പോൾ ഈ പോയിന്റ് കിട്ടുമ്പോൾ ചിലർക്ക് 6 അബോവ് കിട്ടുന്നുണ്ട്, ഗ്രാഫ് വരച്ചിട്ട് ചിലർ എടുക്കുന്ന പോയിന്റ്സ് വെച്ചിട്ട്. അപ്പം അങ്ങനെ എഴുതുമ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിനനുസരിച്ച് ഇൻ്റർപ്രിട്ടേഷൻ എഴുതാം. ഇനി അടുത്തത് സി സിയുടെ വാല്യൂ ആണ്. സി സിയുടെ വാല്യൂ ഓൾവേസ് എന്ന് പറയുന്നത് 1നും 3നും ഇടയ്ക്കാണ് ഒരു വെൽ ഗ്രേഡഡ് ആണ് എങ്കിൽ. ഇവിടെ നമുക്ക് 1നും 0.309 ആണ്, അതുകൊണ്ട് നമുക്ക് എഴുതാം ദ സോയിൽ ഈസ് വെൽ ഗ്രേഡഡ് ആൻഡ് സി സിയുടെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 1 and 3. ഇതാണ് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. എഴുതി കഴിഞ്ഞില്ല കേട്ടോ. ഇല്ല, മാറ്റില്ല. എഴുതി കഴിഞ്ഞോ? സാർ എഴുതിയേക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിക്കാമോ? എനിക്ക് ഇച്ചിരി For Cu greater than 6, it is well graded. Here, Cu value is 5.047, which says it is close to well graded soil. Completely well graded ആണെന്ന് പറയുന്നില്ല, close to well graded നോട് സാമ്യമാണിത്. The soil possesses a wide range of particles. അടുത്ത ഇന്റർപ്രിട്ടേഷൻ ആണ് Cc is equal to 1.309, which lies in between 1 and 3. Cc വാല്യൂ എന്ന് പറയുന്നത് 1നും 3നും ഇടയിലാണ്. Therefore, the soil is well graded. ഓക്കെ. ഈ ഗ്രാഫ് വരച്ചത് എല്ലാവർക്കും മനസ്സിലാകാൻ വിചാരിക്കണം. ഇനി ആരെങ്കിലും ഉണ്ടോ മനസ്സിലാവാത്ത? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Then അടുത്ത പറഞ്ഞോട്ടെ. ഇനി നമ്മൾ പറയാൻ പോണ സോയില് നമ്മൾ പാർട്ടിക്കിൾ സൈസ് കർവ് വരച്ചു, ഡിഫൈൻ ചെയ്തു. നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ 75 മൈക്രോണിൽ കൂടുതൽ സൈസ് ഉള്ള പാർട്ടിക്കിളിനെ നമ്മൾ സീവ് അനാലിസിസ്, വെറ്റ് അല്ലെങ്കിൽ ഡ്രൈ സീവ് അനാലിസിസ് വഴി നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടി മെഷർ ചെയ്യും. ഇനി ഓൾറെഡി പറഞ്ഞു 75 മൈക്രോണിൽ താഴെയുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ അനാലിസിസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സെഡിമെൻറ്റേഷൻ അനാലിസിസ്. ഓക്കെ, 75 മൈക്രോണിൽ താഴെയുള്ള പാർട്ടിക്കിൾ സൈസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡാണ് സെഡിമെൻറ്റേഷൻ അനാലിസിസ്. സെഡിമെൻറ്റേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ അനാലിസിസ് വർക്ക് ചെയ്യുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്റ്റോക്സ് ലോ എന്ന് പറയും. ഓക്കെ, സ്റ്റോക്സ് ലോ.
രണ്ട് മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യാം. ഹൈഡ്രോമീറ്റർ മെത്തേഡ്, പിപ്പറ്റ് മെത്തേഡ്. ഇതിലേത് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ സെഡിമെന്റേഷൻ അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത് ഹൈഡ്രോമീറ്റർ മെത്തേഡാണ്. ഞാൻ വീഡിയോ ഇട്ട് തരാം, നിങ്ങളത് കണ്ടു നോക്കുക. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വിടാം, എന്നിട്ട് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അടുത്ത ക്ലാസ്സിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തീരുള്ളൂ, കാരണം കുറച്ച് ലെങ്തി പ്രൊസീജിയറാണ്. ഇത് എപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈ മൊഡ്യൂളിൽ നിന്ന് തിയറിയൊക്കെ ചോദിക്കുമ്പോൾ ഈ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി എന്താണ് സ്റ്റോക്സ് ലോ? പറഞ്ഞു, സെഡിമെന്റേഷൻ അനാലിസിസിന്റെ ഏറ്റവും ബിഹൈൻഡ് ദ പ്രിൻസിപ്പൽ ആണ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 75 മൈക്രോണിൽ താഴെയുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് സീവ് ചെയ്ത് പാർട്ടിക്കിൾ സൈസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് പ്രിഫർ ചെയ്യുന്നത്. ഇതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്സ് ലോ ആണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ പാർട്ടിക്കിളും എന്താണ്, സ്പിയർ ഷേപ്പിലായിരിക്കും. ഓക്കെ, ഈ സ്പിയർ ഷേപ്പിലുള്ള പാർട്ടിക്കിള് പോകുന്ന വെലോസിറ്റി ഒരു ടെർമിനൽ വെലോസിറ്റി എന്ന് പറയും. അപ്പം ഇതൊരു ഫ്ലൂയിഡിനകത്താണ് നിൽക്കുന്നത്. ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ്, സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ടാണ് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യാം. അപ്പം ഈ പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് സ്പിയർ ഷേപ്പ് ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം സ്പിയർ ഷേപ്പിലുള്ള ഒരു പാർട്ടിക്കിള് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി. എന്താ പറയണതെന്ന് വെച്ചാൽ, ഇങ്ങനെ സ്പിയർ ഷേപ്പിലുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലൂയിഡിൽ നിൽക്കുമ്പം ആദ്യം എന്ത് പറ്റും, ഇത് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ആ ഫ്ലൂയിഡിൽ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇഫക്റ്റ് കൊണ്ടാണ് ആ ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഉണ്ടാവുന്നത്. അതിനുശേഷം ഇങ്ങനെ വെലോസിറ്റി കൂടി അതിനെ ഇങ്ങനെ വലിച്ച് താഴേക്ക്, അതായത് സെറ്റിൽ ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ ആക്ഷൻ ഗ്രാവിറ്റി കൊണ്ട് ഇതിന്റെ വെലോസിറ്റി കൂടുന്തോറും ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യാൻ താമസിക്കും. അങ്ങനെ വരുമ്പം ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ വാട്ടറിൽ, ഫ്ലൂയിഡിൽ സസ്പെൻഷനിലുള്ള ഒരു ഫോഴ്സാണ്. ഈ ഡ്രാഗ് ഫോഴ്സ് എന്ത് ചെയ്യും, ഈ വെലോസിറ്റി കൂടിയ പാർട്ടിക്കിളിനെ വെലോസിറ്റി കുറച്ച് അതിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഡ്രാഗ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ ഇൻക്രീസ് ചെയ്ത വെലോസിറ്റി കുറഞ്ഞു വരികയും സർട്ടൺ ഒരു പീരീഡ് കഴിഞ്ഞു കഴിയുമ്പം ഈ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവും. ആ പാർട്ടിക്കിൾ സഞ്ചരിക്കുന്ന വെലോസിറ്റി വളരെ കോൺസ്റ്റൻ്റ് ആവുകയും ആ കോൺസ്റ്റൻ്റ് വെലോസിറ്റിനെയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയാം. അപ്പം ഈ കോൺസ്റ്റൻ്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പാർട്ടിക്കിൾ പതുക്കെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങും. അതാണ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യുക. അപ്പം നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒരു സ്പിയർ ഷേപ്പിലുള്ള പാർട്ടിക്കിളാണ്, അതിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ആ ഫ്ലൂയിഡ്, ഇത് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി ഈറ്റ ആണെങ്കിൽ അല്ലെങ്കിൽ റോ ആണ് എങ്കിൽ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് FD = 6π rho R × V ആയിരിക്കും. അതിൽ V എന്ന് പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റി ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഈ ടെർമിനൽ വെലോസിറ്റി എപ്പോഴും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ആ ടെർമിനൽ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ സ്പിയർ സസ്പെൻഷനിൽ നിർത്തിയേക്കാണ്. അങ്ങനെ സസ്പെൻഷനിൽ നിൽക്കുമ്പം ഇതൊരു ഹൈറ്റിൽ നിന്നാണല്ലോ താഴേക്ക് വന്ന് സസ്പെൻഡ് ആവുന്നത് അല്ലെങ്കിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. ആ ഹൈറ്റ് നമുക്കറിയാം, എത്ര ടൈം കൊണ്ടാണ് അത് സെറ്റിൽ ചെയ്തതെന്നും അറിയാമെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, ഹൈറ്റ് ബൈ ടൈം. അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരിക്കും ആ സ്പിയറിൻ്റെ വെലോസിറ്റി. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ടെർമിനൽ വെലോസിറ്റിയോട് ഈക്വൽ ആയിരിക്കും. ആ രണ്ട് കണ്ടീഷൻ വെച്ചുകൊണ്ട് നമ്മൾ എത്രയാണ് ആ പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ആ സ്പിയറിൻ്റെ ഡയമീറ്റർ എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ഡയമീറ്റർ D = √(1/2
0.3 ഈറ്റ അല്ലെങ്കിൽ റോ എന്ന് പറയും. റോ ഇൻറ്റു HE ബൈ സ്മോൾ ലെറ്റർ g ഇൻറ്റു g-1 റോ W ഇൻറ്റു T. ഇത് വെച്ചിട്ടാണ് നമ്മൾ പാർട്ടിക്കിളിൻ്റെ ഡയമീറ്റർ, എത്ര ഡയമീറ്ററിലുള്ള പാർട്ടിക്കിളാണ് സെറ്റിൽ ഡൗൺ ചെയ്തത്, സെഡിമെൻറ്റേഷൻ അനാലിസിസ് വഴി എത്ര സൈസിലുള്ള പാർട്ടിക്കിൾസ് ആണ് സെറ്റിൽ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഡയമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ആണിത്. ഈ ഡയമീറ്റർ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് വഴി പാർട്ടിക്കിളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഹൈഡ്രോമീറ്റർ അനാലിസിസിൽ നമ്മൾ ഇനി ചെയ്യാൻ പോണേ ഉള്ളൂ. ഇതാണ് ബേസിക് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. ഇനി ഈ ഡി എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേക്കണതാണ്. അതിൽ ഈ റൂട്ടിലുള്ള HE/T ഒഴികെ ബാക്കിയുള്ള എല്ലാ ടേംസിനെയും കൂടി നമ്മളൊരു ഫാക്ടർ എം എന്ന് പറയും. അതിനൊരു ഫാക്ടർ ഓഫ് ഒരു കോൺസ്റ്റന്റ് വാല്യൂസ് ആയതുകൊണ്ട് അതിനൊരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്തു. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വിസ്കോസിറ്റിയുടെ വാല്യൂ പോയിസിൽ വേണം, അല്ലെങ്കിൽ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ വേണം ഇടാൻ. ദെൻ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 981 സെൻറ്റിമീറ്റർ പെർ സ്ക്വയറിൽ ഇടണം. റോ W ഡെൻസിറ്റി ഓഫ് വാട്ടർ ഗ്രാം പെർ മില്ലി ലിറ്ററിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. നമുക്ക് കിട്ടുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലായിരിക്കും. അപ്പോൾ ഈ യൂണിറ്റ് ഒരു കാരണവശാലും മറന്നു പോകരുത്. ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് പറഞ്ഞോളൂ. നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യണതിന് മുന്നേ നമുക്ക് ഒരു സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്യണം. സെഡിമെൻറ്റേഷൻ അനാലിസിസ് നമ്മൾ ചെയ്യണമെങ്കിൽ എന്താണ്, ഒരു ഫ്ലൂയിഡിനകത്ത് നമ്മൾ അതിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തണം. ആ സസ്പെൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ ഓഫ് സസ്പെൻഷൻ ഫോർ സെഡിമെൻറ്റേഷൻ, ഇങ്ങനെ ഒരു വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് പ്രിപ്പറേഷൻ ഓഫ് സസ്പെൻഷൻ ഓഫ് സെഡിമെൻറ്റേഷൻ അനാലിസിസ്. ഓക്കെ, അതിനെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 ഗ്രാം ഓവൻ ഡ്രൈ ചെയ്ത സോയിൽ സാമ്പിൾ എടുക്കും. 75 മൈക്രോൺ സീവിലൂടെ സീവ് ചെയ്ത 50 ഗ്രാം ഓവൻ ഡ്രൈ ചെയ്ത സോയിൽ സാമ്പിൾ എടുക്കും. ഇത് നമ്മൾ ഒരു ഇവാപ്പറേറ്റിംഗ് ഡിഷ് ഉണ്ട്, ആ ഇവാപ്പറേറ്റിംഗ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ 100 ml ഡിസ്പെർഷൻ സൊല്യൂഷൻ ആഡ് ചെയ്യും. ഈ ഇവാപ്പറേഷൻ ഡിഷിൽ എടുത്ത് വെച്ച സോയിലിലേക്ക് 50 ഗ്രാം സോയിലിലേക്ക് ഡിസ്പെർഷൻ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം 100 ml ആഡ് ചെയ്യും. ഓക്കെ, ഡിസ്പെർഷൻ സൊല്യൂഷൻ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ 33 ഗ്രാം സോഡിയം ഹെക്സാമേറ്റ് ഫോസ്ഫേറ്റ്, 33 ഗ്രാം സോഡിയം ഹെക്സാമേറ്റ് ഫോസ്ഫേറ്റും 7 ഗ്രാം സോഡിയം കാർബണേറ്റും മിക്സ് ചെയ്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് 1 ലിറ്റർ സൊല്യൂഷൻ ആക്കും. 33 ഗ്രാം സോഡിയം ഹെക്സാമേറ്റ് ഫോസ്ഫേറ്റും 7 ഗ്രാം സോഡിയം കാർബണേറ്റും ആഡ് ചെയ്ത് 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കും. ഈ 1 ലിറ്ററിൽ നിന്നാണ് 100 ml നമ്മൾ ഈ ഇവാപ്പറേറ്റിംഗ് ഡിഷിലേക്ക് ഒഴിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ദെൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇവാപ്പറേറ്റിംഗ് ഡിഷ് നമ്മൾ സോയിലും 100 ml ഡിസ്പെർഷൻ സൊല്യൂഷനും കൂടെ ഒഴിച്ച ആ ഇവാപ്പറേറ്റിംഗ് ഡിഷ് നമ്മളൊരു ഒരു കപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനകത്തൊരു മെക്കാനിക്കൽ സ്റ്റിറുണ്ട്. മെക്കാനിക്കൽ മീൻസിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസാണ് മെക്കാനിക്കൽ സ്റ്റിറുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആദ്യമേ തന്നെ ആ കപ്പിൻ്റെ 3/4 ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യും. എന്നിട്ട് കണ്ടിന്യൂസ് ആ കപ്പ് എന്ത് ചെയ്യും, 15 മിനിറ്റ് സ്റ്റിർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം 15 മിനിറ്റ് കണ്ടിന്യൂസ് സ്റ്റിർ ചെയ്തതിന് ശേഷം ഈ കപ്പിലുള്ള സോയിലും ഡിസ്പെർഷൻ സൊല്യൂഷനും 1/4 ഭാഗത്തോളം വെള്ളം ആഡ് ചെയ്തല്ലോ, അതിനെ നമ്മൾ ഒരു ജാറിലേക്ക് മാറ്റും. 1000 ml കപ്പാസിറ്റി ഉള്ള ഒരു ജാറിലേക്കാണ് മാറ്റണത്. ഈ 1000 ml കപ്പാസിറ്റി ഉള്ള ജാറിൽ ഏകദേശം 1/4 പോർഷനോളായിരിക്കും വെള്ളം ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് ആ ജാറിലെ 1000 ml വരെ വാട്ടർ ആഡ് ചെയ്ത് ആ ജാറിൽ 1000 ml സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കും. ക്ലിയർ ആയോ ഇത്രയും?
ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇത് പറഞ്ഞു 75 മൈക്രോണിൽ താഴെയുള്ള പാർട്ടിക്കിൾ സൈസിനെയാണ് നമ്മൾ സെഡിമെന്റേഷൻ. സൊല്യൂഷനൊക്കെ ആഡ് ചെയ്യുന്നതോടും ഇവിടെ പറഞ്ഞാൽ മതി. സ്റ്റോക്സിലെ ആണ് ബേസിക് പ്രിൻസിപ്പിൾ. ആ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഡി പാർട്ടിക്കിൾ സൈസിന്റെ ഡയമീറ്റർ കാണാനാണ്. ഓക്കെ, ആ ഡയമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഈ ഡയമീറ്റർ കാണണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരു സാമ്പിൾ ഉണ്ടാക്കണം. അങ്ങനെ സാമ്പിൾ സസ്പെൻഷൻ ഉണ്ടാക്കണം. ആ സസ്പെൻഷൻ ഉണ്ടാക്കണ എങ്ങനെയാണെന്നാണ് ഈ പറയണത്. ആ സസ്പെൻഷൻ ഉണ്ടാക്കുന്നത് 50 ഗ്രാം സോയിൽ എടുക്കും. 75 മൈക്രോൺ സീവിലൂടെ പാസ് ചെയ്ത 50 ഗ്രാം സോയിൽ എടുക്കും. അത് ഒരു ഇവാപ്പറേറ്റിംഗ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിലേക്ക് 100 ml ഡിസ്പെർഷൻ സൊല്യൂഷൻ ആഡ് ചെയ്യും. ഡിസ്പെർഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 33 ഗ്രാം സോഡിയം ഹെക്സാമേറ്റ് ഫോസ്ഫേറ്റും 7 ഗ്രാം സോഡിയം കാർബണേറ്റും ഡിസ്റ്റിൽഡ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് 1 ലിറ്റർ ആക്കും. അതാണ് ഡിസ്പെർഷൻ സൊല്യൂഷൻ. ഈ 1 ലിറ്ററിൽ നിന്നാണ് 100 ml നമ്മൾ എന്ത് ചെയ്തത്, ആ ഇവാപ്പറേറ്റിംഗ് ഡിഷിലേക്ക്, സോയിൽ കണ്ടെയ്നിങ് ഇവാപ്പറേറ്റിംഗ് ഡിഷിലേക്ക് ഒഴിച്ചത്. അതിനുശേഷം ഈ ഇവാപ്പറേറ്റിംഗ് ഡിഷിലുള്ള സാധനം ഒരു കപ്പ്, മെക്കാനിക്കൽ മീൻസിൽ സ്റ്റിർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പുണ്ട്. ആ കപ്പിലേക്ക് നമ്മൾ ഒഴിക്കും. അതിൻ്റെ 3/4 ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യും. ആ കപ്പിൻ്റെ 3/4 പോർഷൻ വെള്ളം ആഡ് ചെയ്യും. വെള്ളം ഒഴിച്ച് ഒരു മെക്കാനിക്കൽ സ്റ്റിറർ ഉപയോഗിച്ചുകൊണ്ട് 15 മിനിറ്റ് കണ്ടിന്യൂസ്ലി നമ്മൾ സ്റ്റിർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഇതൊരു 1000 ml കപ്പാസിറ്റി ഉള്ള ജാറിലേക്ക് മാറ്റും. 1000 ml ആയിട്ടില്ല എങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് 1000 ml ആക്കി വെക്കും. ഇതാണ് ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യാനുള്ള സൊല്യൂഷൻ. സ്റ്റിർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ജാറിലേക്ക് ഒഴിച്ചാൽ പിന്നെ വലിയ ജാറിലേക്ക് ഒഴിച്ചാൽ പിന്നെ സ്റ്റിർ ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ ജാറിലേക്ക് കുറച്ച് സ്റ്റിർ ചെയ്യുന്നില്ല. വാട്ടർ കുറവുണ്ടെങ്കിൽ 1000 ml വാട്ടർ വേണം. ആ 1000 ml ഫുൾ സാമ്പിൾ വേണം. അപ്പൊ അത്രയും എത്തിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യാൻ പോണേ. ഓക്കെ, ഇതും കൂടെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഒറ്റ സ്ട്രെച്ചിൽ ഇനി തീരില്ല. ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങളുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എന്തായാലും നിങ്ങൾ ഇവിടെ വരെ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ വീഡിയോ ഇട്ട് തരാം ഹൈഡ്രോമീറ്റർ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ട് വരാം. ഇനി വ്യാഴാഴ്ച ക്ലാസ് ഉണ്ട്. വ്യാഴാഴ്ച സെക്കൻഡ് സ്ലോട്ട് GT ആയിരിക്കും. ഓക്കെ, ഇത് ഞാൻ ഈ ഒരു 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരില്ല ഹൈഡ്രോമീറ്റർ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ സസ്പെൻഷൻ വരെ നിർത്തുകയാണ്. സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചു ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യാനുള്ള. ഇനി ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇതാണ്. അത് ഇറക്കി നമ്മൾ അനാലിസിസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ.